വചനഭാഗം സ്ലീഹന്മാരുടെ നടപടി 12:1-11, മത്തായിയുടെ സുവിശേഷം 14:1-12. ദനഹാകാലത്തെ ആദ്യ വെള്ളിയാഴ്ചയായ ഇന്ന് യോഹന്നാൻ മാബ്ദാനയുടെ രക്തസാക്ഷിത്വം അനുസ്മരിക്കുന്ന ദിവസമാണ്. ഹെരോദേസ് രാജാവ് സ്നാപകയോഹന്നാന്റെ ശിരച്ഛേദനം നടത്തുന്ന കാര്യമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഈശോ ജനിച്ച സമയത്തുണ്ടായിരുന്ന ഹെരോദ് മഹാരാജാവിനെ കുറിച്ചല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം പാലസ്തീന പ്രദേശം അദ്ദേഹത്തിന്റെ 3 മക്കൾക്കായി റോമാ ചക്രവർത്തി നൽകിയിരുന്നു. ഹെരോദ് അർക്കലാവോസ് യൂദായുടെയും, ഹെരോദ് അന്തിപ്പാസ് ഗലീലിയായുടെയും, ഹെരോദ് ഫിലിപ്പ് ഗലീലിയയുടെ കിഴക്കൻ പ്രദേശത്തിന്റെയും രാജാവായിരുന്നു. ഇന്നത്തെ തിരുവചന ഭാഗത്ത് പ്രതിപാദിക്കുന്നത് ഹെരോദ് അന്തിപ്പാസിനെ കുറിച്ചാണ്. നീതിമാനായൊരു മനുഷ്യനെ വധിച്ചതിന്റെ ഭയം ഹെരോദേസിനെ നിരന്തരം അലട്ടിയിരുന്നിരിക്കണം. അതുകൊണ്ടാവണം ഈശോയുടെ കീർത്തിയെപ്പറ്റി കേട്ട് അത് സ്നാപകൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തതാകണമെന്ന് അദ്ദേഹം പറയുന്നത്. സ്നാപകയോഹന്നാനെ വധിച്ചത് ഹെരോദ്യ നിമിത്തമാണ് എന്ന് വചനം പറയുമ്പോഴും ഹെരോദേസിനും അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു എന്ന കാര്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ ചരിത്രകാരനായ ജോസെഫൂസ് തന്റെ പുസ്തകത്തിൽ പറയുന്നത്, ഹെരോദേസ് സ്നാപകനെ തടവിലാക്കുവാനും വധിക്കുവാനും കാരണം ജനങ്ങളുടെ ഇടയിലുള്ള സ്നാപകന്റെ സ്വാധീനം മൂലം ജനങ്ങൾ തനിക്കെതിരെ കലാപം ഉണ്ടാക്കും എന്ന ഭയം മൂലമാണ്. സ്നാപകയോഹന്നാന്റെ ശിരച്ഛേദനം ഒരു ചരിത്ര സത്യമായി ചരിത്രകാരനും ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. നീതിയുടെയും ധാർമ്മികതയുടെയും ശബ്ദമായ സ്നാപകൻ തന്റെ അധികാരത്തിന് തടസ്സമാകുമെന്ന് കണ്ടപ്പോൾ രാജാവ് അവനെ വധിക്കുന്നു. മിശിഹായ്ക്ക് വഴിയൊരുക്കുവാൻ വന്നവൻ മരണത്തിലും മിശിഹായ്ക്ക് മുന്നോടിയായി വർത്തിക്കുന്നു. ഇന്നത്തെ ലേഖനഭാഗത്തും ഒരു ഹെരോദ് രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് AD 41 മുതൽ ഭരിച്ചിരുന്ന ഹെരോദ് അഗ്രിപ്പായാണ്. അദ്ദേഹം ഹെരോദ് മഹാരാജാവിന്റെ പൗത്രനായിരുന്നു. അദ്ദേഹമാണ് യോഹന്നാൻ ശ്ലീഹായുടെ സഹോദരനായ യാക്കോബിനെ ശിരച്ഛേദനം ചെയ്തത്. പത്രോസിനെ തടങ്കിലാക്കിയെങ്കിലും സഭ മുഴുവന്റെയും പ്രാർത്ഥനയുടെ ഫലമായി അവൻ വിമോചിതനാകുന്നു. രക്തസാക്ഷിയുടെ ചുടുനിണം വീണ് വളർന്നതാണ് സഭ. യോഹന്നാൻ ശ്ലീഹ ഒഴികെ അപ്പസ്തോലന്മാരെല്ലാവരും പീഡനമേറ്റാണ് മരിക്കുന്നത്. ആദിമസഭയിൽ സഹനത്തിന്റെയും ബന്ധനത്തിന്റെയും സമയത്ത് പ്രാർത്ഥന മാത്രമായിരുന്നു അവർക്ക് അഭയം. സഭയുടെ പ്രാർത്ഥനയുടെ ഫലമായാണ് പത്രോസ് വിമോചിതനാകുന്നത്. ഇന്നും ധാരാളം വിശ്വാസികൾ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഇപ്രകാരം പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മിശിഹായ്ക്ക് സാക്ഷ്യം നൽകുന്ന അനേകായിരങ്ങൾ ഇന്നുമുണ്ട്. ഇന്നും മിശിഹായ്ക്ക് വേണ്ടി രക്തസാക്ഷികളാകുന്നവരുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിലും പീഡനങ്ങളിലും സത്യവിശ്വാസം പാലിച്ച് ജീവിക്കുവാൻ ദൈവകൃപ ലഭിക്കുന്നതിനായി നമുക്കും പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.